എടാ അപ്പോൾ നമ്മൾ സേ സീരീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ 1 മാർക്കിനും 2 മാർക്കിനും വേണ്ടി ഇങ്ങനെ വെറുതെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മൾ ഒരു വെക്റ്ററിനെ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു വെക്റ്റർ കണ്ടാൽ എങ്ങനെ മനസ്സിലാകും എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു വെക്റ്റർ ഒന്നെങ്കിൽ 2 ക്യാപിറ്റൽ ലെറ്ററുകൾ ഉപയോഗിച്ച് എഴുതാം, എ ബി, അല്ലെങ്കിൽ 1 ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് എഴുതാം, അല്ല 1 സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് എഴുതാം. ഇങ്ങനെയാണ് വെക്ടറിന് പേര് കൊടുക്കുന്നത്. ഇനി ഈ വെക്ടർ എ ബിയോ അല്ലെങ്കിൽ വെക്ടർ എ ഈക്വൽ ടു ഏതെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതുക. വെക്ടർ എഴുതുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും, 3i + 2j + 7k. ഈ ഐക്കും ജെയ്ക്കും കെയ്ക്കും ഒരു ക്യാപ്പ് ഉണ്ടാവും. ഇതിനെയാണ് വെക്ടറുകൾ എന്ന് പറയുന്നത്, വെക്ടർ. അപ്പോൾ ഈ സാധനം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളണം, ഈ ചാപ്റ്ററിലെ ചോദ്യമാണ്. വെക്റ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. എങ്ങനെയാണ് വെക്റ്റർ മനസ്സിലാക്കേണ്ടത്? വെറുതെ ഇപ്പോൾ എ ഈക്വൽ ടു 2i + 3j - 7k, ഇങ്ങനെ ഐയിലും ജെയിലും കെയിലും ഒരു സാധനം തന്നാൽ അതിനെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ വെക്റ്ററിന്റെ ഏറ്റവും ബേസിക്കിൽ നിന്ന് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു വെക്റ്ററിന്റെ ഒരു പോയിന്റ് തന്നിട്ട്, ശ്രദ്ധിച്ചോളാം, ഒരു പോയിന്റ് തന്നിട്ട് അതിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതായത് ഇവിടെ നോക്കി, നമുക്കൊരു 2, 3, 5 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നു എ. എന്നിട്ട് ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഒന്നുമില്ലടാ, ഈ 2, 3, 5ന്റെ കൂടെ ആദ്യത്തെ നമ്പറിന്റെ കൂടെ ഐ ഇടുക, രണ്ടാമത്തെ നമ്പറിന്റെ കൂടെ ജെ ഇടുക, മൂന്നാമത്തെ നമ്പറിന്റെ കൂടെ കെ ഇടുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാലാണ്? ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ്. പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് എന്താണോ അതിൻ്റെ കൂടെ ഐ ജെ കെ കയറ്റി പറയുക. ഇപ്പൊ ഞാൻ വേറൊരു പോയിന്റ് പറയുവാണ്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് പറയുവാണ്, -3, 2, 1. ഇതിന്റെ പൊസിഷൻ വെക്ടർ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? സിമ്പിൾ ആണെന്ന് നോക്കിയേ. -3ന്റെ കൂടെ ഐ കൊടുക്കുക, +2ന്റെ കൂടെ ജെ കൊടുക്കുക, +1ന്റെ കൂടെ കെ കൊടുക്കുക. ഐയും ജെയും കെയ്ക്കും ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഐയും ജെയും കെയും കൂടി ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പൊസിഷൻ വെക്ടർ. മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാനൊരു വെക്ടർ തരുവാണ്. ഇപ്പോൾ വെക്ടർ എ ബി ഈക്വൽ ടു 3i + 7j + 2k. 3i + 7j + 2k. ഇതൊരു വെക്ടർ അല്ലേ? ഈ വെക്ടറിന്റെ, ശ്രദ്ധിച്ചു, രണ്ടാമത്തെ സെറ്റാണ്. ഈ വെക്ടറിന്റെ സ്കെയിലാർ കമ്പോണൻസ് എഴുതാൻ ചോദിക്കും. എന്താണ്? സ്കെയിലാർ കമ്പോണൻസ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പർ ഏതാണോ 3, ജെയുടെ കൂടെ നിൽക്കുന്ന നമ്പർ ഏതാണോ 7, കെയുടെ കൂടെ നിൽക്കുന്ന നമ്പർ ഏതാണോ 2, അതങ്ങോട്ട് കോമയിട്ട് എഴുതിയാൽ മതി. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സ്കെയിലാർ കമ്പോണൻസ്. ഒരു വെക്ടർ തന്നിട്ട് അതിന്റെ സ്കെയിലാർ കമ്പോണൻസ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഐയുടെ കൂടെ നിൽക്കുന്നത്, ജെയുടെ കൂടെ നിൽക്കുന്നത്, കെയുടെ കൂടെ നിൽക്കുന്നത് എഴുതിക്കൊള്ളണം. ഇനി ഈ സ്കെയിലാർ കമ്പോണൻസ് എന്ന് പറയുന്ന പേരിന് പകരം അവർ വേറൊരു പേര് കൂടി ചിലപ്പോൾ ചോദിക്കും. അതായത് ശ്രദ്ധിച്ചോളണം, ഡയറക്ഷൻ റേഷ്യോസ്. ആ പഠിച്ചിട്ടിരുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ കുറേ പേരുകൾ വന്ന കൂട്ടത്തിൽ ഉള്ള പേരല്ലേ ഇത്, ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഒരു വെക്ടർ തന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാലും എന്താണ്? ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പർ എഴുതുക, ജെയുടെ കൂടെ നിൽക്കുന്ന നമ്പർ എഴുതുക, കെയുടെ കൂടെ നിൽക്കുന്ന നമ്പർ എഴുതുക. അപ്പോൾ സ്കെയിലാർ കമ്പോണന്റ് ചോദിച്ചാലും ഡയറക്ഷൻ റേഷ്യോ ചോദിച്ചാലും ഇങ്ങനെ. ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡി എഴുതി കുത്തിട്ടിട്ട് ഇതിങ്ങനെ എഴുതും, DRs എന്ന് പറഞ്ഞാൽ ഓർത്തോളണം എന്താണ്? ഡയറക്ഷൻ റേഷ്യോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടല്ലോ. ഡയറക്ഷൻ റേഷ്യോസ് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? ആദ്യം പഠിച്ചത് എന്താണ്? ഒരു പോയിന്റ് തന്നിട്ട് പൊസിഷൻ വെക്ടർ എഴുതാൻ പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഐയും ജെയും കെയും കയറ്റി പറയുക. ഇനി ഒരു വെക്ടർ തന്നിട്ട് സ്കെയിലാർ കമ്പോണന്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാൻ പറഞ്ഞാൽ ആ നമ്പറുകൾ പെറുക്കിയെടുത്ത് എഴുതിയാൽ മതി. മറന്നു പോരുത് കേട്ടോ, ഡയറക്ഷൻ റേഷ്യോസ്. ഇനി കുറേ കഴിയാൻ നേരത്ത്, ഒരു 2-3 സെറ്റ് കഴിയാൻ നേരത്ത് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞ് വേറൊരു സാധനം പഠിക്കും. അപ്പോൾ മാറിപ്പോകരുത്.
വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദേ റൈറ്റ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് 357. 357 ആയി ഉണ്ടാക്കുന്ന പൊസിഷൻ വെക്ടർ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതും പറ? പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതണമെന്നാ പറഞ്ഞേക്കുന്ന? പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതണം? ഇതിന്റെ ഓരോന്നിന്റെയും കൂടെ ഐയും ജെയും കെയും കയറ്റി പറയുക. അപ്പൊ 3യുടെ കൂടെ ഐ കൊടുത്തു, പ്ലസ് 5ന്റെ കൂടെ ജെ കൊടുത്തു, പ്ലസ് 7ന്റെ കൂടെ കെ കൊടുത്തു. അത്രേ ഉള്ളൂ. ഐക്കും ഗ്യാപ്പ് ഇട്ടു, ജെയ്ക്കും ഗ്യാപ്പ് ഇട്ടു, കെയ്ക്കും ഗ്യാപ്പ് ഇട്ടു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി അല്ലേ? അടുത്തത് ഫൈൻഡ് ദ സ്കെയിലാർ കമ്പോണൻസ് ഓഫ് ദ വെക്ടർ. ഈ സാധനം ഏതാണ്? വെക്ടർ ഏതാണ്? 3i + 2j + 2k. ഇതാണ് നമ്മളുടെ വെക്ടർ. ഇതിന്റെ സ്കെയിലാർ കമ്പോണൻസ് എഴുതാൻ പറഞ്ഞാൽ ഓരോ നമ്പറുകൾ 3 എടുത്തെഴുതി, 2 എടുത്തെഴുതി, 2 എടുത്തെഴുതി. ഇവിടെ ഒരു ശ്രദ്ധിക്കാനുള്ള കാര്യം, മൈനസ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മൈനസ് ഇട്ട് ചേർത്തെടുത്തോളാം കേട്ടോ. അത്രേ ഉള്ളൂ. ഓരോ നമ്പറുകൾ എഴുതിയാൽ മതി. ഇത് നോക്കിയോ, മൈനസ് ഉള്ള ഓർമ്മ വന്നു. ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യോസ്. മറന്നു പോകരുത്, ഡയറക്ഷൻ റേഷ്യോസ്. ചിലപ്പോൾ ഇങ്ങനെയും എഴുതും, DRs ഓഫ് ദ വെക്ടർ. ഏതാണ്? 2i - 3j + k. ഇവിടെ ശ്രദ്ധിച്ചേ, ഓരോ നമ്പറുകൾ എഴുത്. ഐയുടെ കൂടെ 2 ആണ്, ജെയുടെ കൂടെ -3 ആണ്, തെറ്റിച്ച് കളയരുത്. കെയുടെ കൂടെ ഒന്നുമില്ലെങ്കിൽ 1. ഇതാണ് എന്ത്? ഡയറക്ഷൻ റേഷ്യോസ്. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം. ഇത്രേ ഉള്ളൂ.